കറക്റ്റ് അടിപൊളി റൊട്ടിയുണ്ട് കേട്ടോ. കമ്പ് 5 ഇഞ്ച് അതിന്റെ കൂടെ കമ്പ് വലിപ്പം വേണ്ട നമുക്ക്. മാക്സിമം വേണ്ട 5 ഇഞ്ചാണ്. ഏകദേശം 2 വർഷം ഏജായ കമ്പാണ്. അപ്പൊ നമ്മൾ ഈ വി ഗ്രാഫ്റ്റിന് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് 2 സെയിം വണ്ണായിരിക്കണം. ഏജും അതായത് വി ഗ്രാഫ്റ്റിന് 2 വർഷത്തെ കൂടുതൽ ഒന്നും തൊടരുത്. ഫസ്റ്റ് സെന്റർ ആക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് മാക്സിമം 2 ഇഞ്ച്. അതിന്റെ കൂടുതൽ നമ്മള് കത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യരുത്. പിന്നെ നമ്മൾ സിയോൺ എടുത്ത അതിന്റെ 2 ഷെയർ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാം. ഒരു മോനായിട്ടല്ലേ? ഒരു ആപ്പ് രൂപത്തിൽ. അപ്പൊ ചിലര് പലപ്പോഴും സംശയമാണ് നമുക്ക് കട്ടിങ് ഒന്നിന് കൂടുതൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്നിന് കൂടുതൽ കട്ട് ചെയ്യുന്നൊരു കുഴപ്പമില്ല. പക്ഷെ ഷാർപ്നെസ് ആയിരിക്കണം. കണ്ടോ, ഒരു ഉന്തും മുഴയൊന്നും കാണാൻ പാടില്ല. കറക്റ്റ് ഷാർപ്പായിരിക്കണം കട്ടിങ്. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നേരെ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഇറക്കി വെക്കണം. ഇനി അടുത്ത സംശയം ഉണ്ടാവും, കുറെ പേർക്കുള്ള സംശയം ഉണ്ടാവും. ഈ ഇങ്ങനെ കുറച്ചിങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും. അങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ആദ്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പൊ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഷാർപ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടായാലും കുഴപ്പം. ഇനി നമ്മൾ എന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് കാണുന്നുണ്ടോ നോക്കാം. ഇവിടെ ഗ്യാപ്പ് കാണില്ല, കണ്ടോ? നല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് പിടിക്കില്ല. പിന്നെ ഇതേപോലെ റോള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഗ്രാഫ്റ്റിംഗ് ടാപ്പാണ് വേണ്ടത്. ഇതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ ബുദ്ധിമുട്ടാണ് മേടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിന്റെ കട ഉണ്ടാവും. പോളിത്തീൻ കാറൊക്കെ മേടിക്കുന്ന കടയിൽ ഇത് മേടിക്കാം. അത്രയും നല്ലത്. നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടുക. പിന്നെ ഇതിന് ടൈറ്റ് ആക്കിയിട്ട് ലോക്ക് സിസ്റ്റം ഉണ്ട്. അത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് വലിക്കുക. ഇതാണ് ലോക്ക് ആക്കുക, ഗ്രാഫ്റ്റിങ്ങിന്റെ ലോക്ക് ആക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്ത് ചെയ്യണത്, സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ഒരു മാവുമ്പോൾ തന്നെ ഒരു 5 വെറൈറ്റീസ് വെച്ച് പിടിപ്പിക്കുന്ന വീഡിയോസ് നല്ല റീച്ചായി. അതേമാതിരി തന്നെ ഒരു മാവ് എടുക്കണമെങ്കിൽ അതുമ്പോൾ തന്നെ ഓൾറെഡി 4-5 വെറൈറ്റീസ് ഉള്ള 10 വെറൈറ്റീസ് വരെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ തൈകൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതെന്താ വെച്ചാൽ ആള് ഗ്യാരണ്ടി കൊടുക്കും, ഗ്യാരണ്ടി കൊടുക്കാം. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ ഇതിൽ ഒരു 2 ഗ്രാഫ്റ്റ് ഉണ്ട്. ഈ കമ്പിൽ ഗ്രാഫ്റ്റ് ഉണ്ട്, ഈ കമ്പിൽ ഗ്രാഫ്റ്റ് ഇല്ല. ഇതിപ്പോ അമരപ്പാലി മാവാണ്. അപ്പൊ ഈ ബ്രാഞ്ച് അമരപ്പാലി, ഇത് എന്തായാലും നല്ല ഒരു ഹെൽത്തി ബ്രാഞ്ച് നിർത്തിയിട്ട് നമുക്ക് ഇതിലൊന്ന് ബഡ് ചെയ്യാം. പിടിച്ച് കാണിച്ചു കൊടുക്കാമല്ലോ. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ മാസമൊക്കെ ഉണ്ടത് ചെയ്യുന്ന സമയമൊന്നുമല്ല. ഇത് നമുക്ക് വെയിൽ തട്ടാതെ നോക്കാന്നുള്ളതാണ്. പിന്നെ അധികം വെയിൽ തട്ടരുത്. ഇനിയിപ്പോ എത്ര വർഷം എടുക്കും ഈ സാധനമൊക്കെ കായ്ക്കാന്? ഇതിപ്പോ വേഗം ഒരു 1.5-2 വർഷം കൊണ്ട് കായ്ക്കൂല്ലേ? കണ്ടോ, ഇത് നല്ല വി ഗ്രാഫ്റ്റാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, കറക്റ്റ് അടിപൊളി റൊട്ടിയുണ്ട് കേട്ടോ. തൈകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കൊടുക്കാനുണ്ടല്ലോ. അത് കൊടുക്കാണ്ട് ഇപ്പൊ നമ്മളിന്നിപ്പോ ഓൾറെഡി ചെയ്യാൻ നിൽക്കാനെയാണ്. ഇപ്പൊ ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഇതിനു മുമ്പ് കുറെ ചെയ്ത് തന്നെയാണ്. അപ്പൊ നല്ല മഴ വന്നിട്ടേ അത് പുഴുക്കേട് വന്നിട്ട് അങ്ങനെ കുറെ വൃത്തിയില്ലാതായി. അപ്പൊ അതിൽ കിട്ടിയതാണ് 10-50 കിട്ടിയതാണ് നമ്മൾ കാണുന്ന പ്ലാൻ. നല്ല അടിപൊളിയായിട്ട് കുറെ പേര് ഓർഡർ ചെയ്താണ്. അങ്ങനെ കിട്ടിയ 10-50 പ്ലാന്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഞാൻ ചെയ്യാൻ നിൽക്കുകയാണ്. ഇനി എന്തായാലും അത്യാവശ്യം മൾട്ടിയായിട്ട് ഇനിയിപ്പോ ഈ മാസം അടുത്ത മാസം ഇതിന്റെ സമയമാണ്, ബഡ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ എന്തായാലും അത്യാവശ്യം സാധനം സ്റ്റോക്ക് ഇനി ഉണ്ടാവും. അതായത് ഒരു 5 ഇഞ്ച് ഹൈറ്റ് മതി കമ്പ്. 5 ഇഞ്ച് അതിന്റെ കൂടെ കമ്പ് വലിപ്പം വേണ്ട നമുക്ക്. മാക്സിമം വേണ്ട 5 ഇഞ്ചാണ്. പിന്നെ വേണ്ടത് കത്തിയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല് ജപ്പാന്റെ കത്തിയാണ്. നമ്മൾ മെയിനായി ശ്രദ്ധിക്കണം, നമ്മൾ കൈ ഒരിക്കലും പിടുത്തത്തിലേക്കാണ് തുടങ്ങുന്നത്. നമ്മൾ ഒരിക്കലും ഈ കത്തിയിലേക്ക് ഒരിക്കലും നമ്മൾ കൈ തട്ടാൻ പാടില്ല. നമ്മൾ ഈ കമ്പ് ഇങ്ങനെ പിടിക്കുക, ഇത് പിടിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഈ കമ്പിൽ അതായത് ഫംഗസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സാഫ് കലക്കി വെള്ളത്തിൽ അരമണിക്കൂർ കുത്തി വെക്കുക ഈ കമ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കമ്പെടുക്കൽ നമ്മൾ പ്രധാന ഒരു വിഷയം. അതായത് അതിരാവിലെ ഒരു 6 മണിയും 10 മണിൻ്റെ ഇടയിൽ കമ്പെടുക്കുക. ആ സമയം ഏറ്റവും ബെസ്റ്റ് സമയം. അങ്ങനെ വെച്ചാൽ ആ കമ്പിന് നല്ല ആരോഗ്യം ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് ഗ്രാഫ്റ്റ് ഏത് സമയത്ത് ചെയ്യാം. നട്ടുച്ചക്ക് ചെയ്യാം, പാതിരാത്രി ചെയ്യാം. അല്ല, ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ചെയ്യാം. കമ്പെടുക്കണ രാവിലെ ഏറ്റവും നല്ലത്. എന്താ വെച്ചാല് നമ്മൾ വൈകുന്നേരത്തൊക്കെ എടുക്കുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞാൽ കമ്പൊക്കെ ക്ഷീണിച്ചിരിക്കുക. ആ സമയത്ത് കമ്പെടുക്കുമ്പോൾ അതിലൊരു ആരോഗ്യം കുറവുണ്ടാവും. അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കുറയും. അപ്പൊ ഏറ്റവും നല്ലത് നമ്മൾ എന്താ, അത് രാവിലെ 6 മണി 10ന്റെ ഇടയിൽ കമ്പെടുക്കാൻ കമ്പിനൊന്നൊരു ആരോഗ്യം ഉണ്ടാവും. ഈ ഗ്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോ ഇത് ഏകദേശം 2 വർഷം ഏജായ കമ്പാണ്.
അപ്പോൾ നമ്മൾ ഈ വി ഗ്രാഫ്റ്റിന് പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് രണ്ടും സെയിം വണ്ണായിരിക്കണം. ഏജും അതായത് വി ഗ്രാഫ്റ്റിന് 2 വർഷത്തിന് കൂടുതൽ ഏജ് ഉണ്ടാവരുത്. മാക്സിമം ഏകദേശം 1.5-2 വർഷത്തിൻ്റെ ഉള്ളിൽ ഏജ് ഉണ്ടാവും. മാക്സിമം 2.5 വർഷത്തിൻ്റെ ഉള്ളിൽ വി ഗ്രാഫ്റ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ വി ഗ്രാഫ്റ്റ് ചെയ്യരുത്. പിന്നെ ചെയ്യേണ്ടത് സൈഡ് ഗ്രാഫ്റ്റിംഗ് ആണ്. അതാണ് വി ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് സെയിം ഒരേ അത് മണ്ണാണ് വേണ്ടത് രണ്ടും. അപ്പോൾ അതാണ് നമുക്ക് ഗ്രാഫ്റ്റ് പിടിക്കാൻ ചാൻസ് കൂടുതൽ. ഇത് ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യില്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് കറക്റ്റ് സെന്റർ ആക്കി അതിനുള്ളിലൊന്നും കൈ തൊടരുത്, ഒന്നും തൊടരുത്. ഫസ്റ്റ് കൈ സെന്റർ ആക്കിയിട്ട് ഒരു 1.5 ഇഞ്ച്, മാക്സിമം 2 ഇഞ്ച്. അതിന്റെ കൂടുതൽ നമ്മൾ കത്തിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യരുത്. പിന്നെ നമ്മൾ സിയോൺ എടുത്ത അതിന്റെ 2 സൈഡ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാം, ഒരു മോനായിട്ടല്ലേ, ഒരു ആപ്പ് രൂപത്തിൽ. എപ്പോഴും സംശയമാണ് നമുക്ക് കട്ടിങ് ഒന്നിന് കൂടുതൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്നിൽ കൂടുതൽ കട്ട് ചെയ്യുന്നൊരു കുഴപ്പമില്ല, പക്ഷെ ഷാർപ്നെസ് ആയിരിക്കണം. കണ്ടോ, ഒരു ഉന്തു മുഴയൊന്നും കാണാൻ പാടില്ല, കറക്റ്റ് ഷാർപ്പായിരിക്കണം കട്ടിങ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നേരെ ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഇറക്കി വെക്കണം. ഇനി അടുത്ത സംശയം ഉണ്ടാവും, കുറേ പേർക്കുള്ള സംശയം ഉണ്ടാവും, ഈ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും. അങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ആദ്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായാലും കുഴപ്പം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് കാണുന്നുണ്ടോ നോക്കാം. ഇവിടെ ഗ്യാപ്പ് കാണില്ല, കണ്ടോ? നല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് പിടിക്കില്ല. പിന്നെ ഇതേപോലെ റോള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഗ്രാഫ്റ്റിംഗ് ടാപ്പാണ് വേണ്ടത്. ഇതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുദ്ധിമുട്ടാണ് മേടിക്കാൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൻ്റെ പോളിത്തീൻ കാറൊക്കെ മേടിക്കുന്ന കാറിൽ ഇത് മേടിക്കാൻ ഉണ്ടാവും. ഇവിടെ വന്ന് മേടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇവിടെ ഉണ്ടല്ലോ, ആളുണ്ട്. സിപ്പപ്പ് കാറൊക്കെ ഇവിടെ ഉണ്ടാവും. ഇവിടെ വന്ന് മേടിക്കാൻ അത്രയും നല്ലത്. നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടുക. പിന്നെ ഇതിൽ ടൈറ്റ് ആക്കിയിട്ട് ലോക്ക് സിസ്റ്റം ഉണ്ട്. അത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് വലിക്കുക. ഇതാണ് ലോക്കാക്കുക, ഗ്രാഫ്റ്റിങ്ങിന്റെ ലോക്കാക്കൽ. വീഡിയോ ഉണ്ടാവും, സ്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ സ്പോട്ടിൽ ചെയ്യേണ്ടതാണ്. വീഡിയോ ചെയ്യാൻ വേണ്ടി ചെറിയ ഡിലേ കാണിക്കും. ഇതൊക്കെ നമ്മൾ ഫാസ്റ്റ് ആക്കി ചെയ്യാം.